പുലിമുരുകൻ 100 കോടി ക്ലബിൽ. കോടി കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം എന്ന റെക്കോർഡ് ഇനി പുലിമുരുകന് സ്വന്തം. പ്രേക്ഷകർക്കെല്ലാം മോഹൻലാൽ നന്ദി രേഖപ്പെടുത്തി. പുലിമുരുകന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് സംവിധായകൻ വൈശാഖ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ചരിത്രമായി മുരുകന്റെ പുലിവേട്ട റിലീസിനെത്തി കൃത്യം 1 മാസം തികയുമ്പോഴാണ് പുലിമുരുകൻ 100 കോടി ക്ലബിൽ ഇടം നേടുന്നത്. ആദ്യ ദിനം 4.5 കോടി വാരി തുടങ്ങിയ മുരുകന്റെ കളക്ഷൻ നാൾക്കുനാൾ മേലോട്ട്. രാജ്യത്താകെ 400-ലേറെ സ്ക്രീനിൽ റിലീസ് ചെയ്ത സിനിമ ഗൾഫിലും യൂറോപ്പിലുമെല്ലാം പണം വാരിക്കൂട്ടി. ഇന്ത്യക്കകത്തും പുറത്തും നിന്നുള്ള 1 മാസത്തെ ഗ്രോസ് കളക്ഷനാണ് 100 കോടി പിന്നിട്ടത്. രാജസ്ഥാനിലുള്ള സൂപ്പർ താരം മോഹൻലാൽ ചരിത്ര നേട്ടത്തിൽ അണിയറ പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തി. ഗൾഫിലുള്ള സംവിധായകൻ വൈശാഖും നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടവും ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ സന്തോഷം പങ്കുവച്ചു. ഈ സിനിമയെ ഇത്രത്തോളം ഒരു വലിയ വിജയമാക്കി തീർത്തത് പലപ്പോഴും 30 തവണയൊക്കെ സിനിമ കണ്ട ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. നല്ലൊരു വലിയൊരു മോഹൻലാലിന്റെ ഒരു പടം, വലിയൊരു ഹൈപ്പ് പടം ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇത്രയും ആകുമെന്ന് ഞങ്ങൾ അന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇന്ന് വളരെ വളരെ സന്തോഷമുണ്ട്. പുലിയും മോഹൻലാലും തമ്മിലെ അതിസാഹസിക രംഗങ്ങൾ തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ്. മലയാളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അതിശേഷിച്ച സീനുകൾക്കൊപ്പം ശക്തമായൊരു കഥ കൂടി പറഞ്ഞതോടെയാണ് ജനം തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തിയത്. ഹിന്ദിയിലും തമിഴിലും 100 കോടി കളക്ഷൻ വലിയ പുതുമയില്ല. എന്നാൽ ചെറിയ വിപണി മാത്രമുള്ള മലയാളത്തിനും വേണമെങ്കിൽ 100 കോടി ക്ലബിലെത്താമെന്നാണ് മുരുകന്റെ റെക്കോർഡ് നേട്ടം തെളിയിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും KG കമലേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.